കുമ്പള ടോൾ പ്ലാസയിൽ ബുധനാഴ്ച രാത്രി സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച സമരം വ്യാഴാഴ്ച രാവിലെ പുനരാരംഭിച്ചു. പിന്നാലെ AKM അഷ്റഫ് MLA അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സമരപന്തലും പോലീസ് പൊളിച്ചുമാറ്റി. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ദേശീയപാത കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ മണ്ഡലം MLA AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി ബുധനാഴ്ച രാത്രി 8:30 മുസ്ലിം യൂത്ത് ലീഗ് DYFI പ്രവർത്തകരുടെ പ്രകടനങ്ങൾ എത്തിയതിനു പിന്നാലെയാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. പ്രദേശത്ത് ഏതാണ്ട് 2000-ഓളം പേർ തടിച്ചുകൂടിയതിനാൽ പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സംഘർഷത്തിനിടെ ടോൾ ബൂത്തിലെ ക്യാമറയും ഗേറ്റുമെല്ലാം അടിച്ചുപൊളിച്ചു. മാത്രമല്ല, പിരിവിനായി വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്ന ബൂത്തിലെ ഹാൻഡിലുകൾ തകർക്കുകയും സ്കാനറുകളിൽ കറുത്ത പ്ലാസ്റ്റിക്കുകൾ ഒട്ടിക്കുകയും ചെയ്തു. സ്ഥിതിഗതികൾ അനിയന്ത്രിതമായി കൊണ്ടിരിക്കെ സമരം നിർത്തിവെക്കുകയാണെന്നും ടോൾ ബൂത്ത് പരിസരത്ത് തടിച്ചുകൂടിയവർ സ്വയം പിരിഞ്ഞു പോകണമെന്നും സമരനായകനായ AKM അഷ്റഫ് MLA ആൾക്കൂട്ടത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. മാത്രമല്ല, സമരം തകർക്കാൻ പ്രതിഷേധത്തിനിടയിൽ ചിലർ നുഴഞ്ഞു കയറിയതായുള്ള ആരോപണവും MLA ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച രാവിലെ വീണ്ടും ടോൾ പ്ലാസയിലെത്തി MLAയും സംഘവും സമരം പുനരാരംഭിച്ചത്. അതേസമയം ദേശീയപാതയുടെ സ്ഥലത്ത് സമരം നടത്തുന്നത് ഒഴിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നേരത്തെ തന്നെ MLAക്ക് നോട്ടീസ് നൽകിയതുമാണ്. ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് സമരം തുടർന്ന AKM അഷ്റഫ് MLAയും CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈറും ഉൾപ്പെടെയുള്ള 15ഓളം കർമ്മസമിതിക്കാരെ വ്യാഴാഴ്ച രാവിലെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയത്. ഇതിൽ MLAയെ കാസർഗോഡ് AR ക്യാമ്പിലേക്കും CI സുബൈറിനെയും മറ്റുള്ളവരെയും കുമ്പള പോലീസ് സ്റ്റേഷനിലേക്കുമാണ് മാറ്റിയത്. ഇവരുടെ അറസ്റ്റിന് ശേഷം ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ സമരപന്തലും പോലീസ് പൊളിച്ചു നീക്കി. കാസർഗോഡ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിന്റെ ഈ നടപടികളെല്ലാം. എന്തുതന്നെയായാലും സമരം അവസാനിപ്പിക്കില്ലെന്നും യോഗം ചേർന്ന് ഭാവി പരിപാടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും MLA അറിയിച്ചു. അല്ല, നമ്മൾ എന്ത് അറസ്റ്റ് ചെയ്താലും സമരം മുന്നോട്ട് കൊണ്ടുപോകും. അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതൊരു ശാന്തമായ സമരം, എന്തിനു അറസ്റ്റ് ചെയ്യണം? അതേസമയം നോട്ടീസ് കൈപ്പറ്റിയിട്ടും സമരക്കാർ പിരിഞ്ഞു പോകാത്തതുകൊണ്ടാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇപ്പോഴും സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനെതിരെ നാട്ടുകാരും പ്രവർത്തകരുമെല്ലാം കടുത്ത അമർഷത്തിലാണ്. അന്യായമായ ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് MLAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന് പല ഭാഗങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പിന്തുണ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവിചാരിതമായി സ്ഥലത്ത് സംഘർഷം ഉടലെടുത്തതും ഇതിന്റെ പേരിൽ പോലീസിന്റെ കടുത്ത നടപടിയുണ്ടായതും. അതിനിടെ ടോൾ പ്ലാസയിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയാണ് ഇൻസ്പെക്ടർ TK മുകുന്ദന്റെ നേതൃത്വത്തിൽ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.